വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്ത സംഭവം SFI ഗുണ്ടകളുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. SFI നേതൃത്വത്തിന് കീഴിലുള്ള ലഹരി മാഫിയയുടെ ആക്രമണമാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു. ഒരു ലഹരി മാഫിയ ആണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള SFI നേതൃത്വത്തിൻ്റെ കീഴിൽ പൂക്കോട് കോളേജിൽ ഈ സംഭവത്തിന് മുഴുവൻ നേതൃത്വം നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലെ നിരവധി സംഭവങ്ങളിൽ SFI DYFI നേതാക്കന്മാർ ലഹരി കടത്തിനും ലഹരി ഉപയോഗത്തിനുമൊക്കെ നേതൃത്വം നൽകുന്നവരാണ് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ മറ്റ് നിരവധി സംഭവങ്ങളിലൂടെ വ്യക്തമായിട്ടുള്ളതാണ്. വാസ്തവത്തിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ കുറച്ചു കാലം മുമ്പ് SFIക്കാരെ ക്രിമിനലുകൾ എന്ന് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരായിട്ട് വലിയ രോഷം പ്രകടിപ്പിച്ചിരുന്നു. ബഹുമാന്യനായിട്ടുള്ള ഗവർണർ വിളിച്ചത് വളരെ കൃത്യമായിട്ടുള്ള വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് കേരളത്തിന് ബോധ്യപ്പെട്ട സംഭവമാണ് ഇപ്പോൾ പൂക്കോട് കോളേജിൽ നടന്നത് പുറത്തു വന്നിട്ടുള്ളത്. കോളേജ് അധികൃതരുടെ ഭാഗത്തുള്ള പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള സമീപനം, കോളേജ് ഡീൻ പ്രതികളെ സഹായിച്ചു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഡീനും അസിസ്റ്റൻറ്റ് കോളേജ് വാർഡനും അടക്കമുള്ള ആളുകളെ എന്തുകൊണ്ട് സർക്കാർ സസ്പെൻഡ് ചെയ്യുന്നില്ല? കാരണം അവരെ കൂടി ഈ കുറ്റകൃത്യത്തിൽ പ്രതികളാക്കപ്പെടേണ്ടതാണ്. കാരണം ഈ സംഭവം നടന്ന് 6 ദിവസം കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മുഖവിലക്കെടുക്കാൻ സാധ്യമല്ല. ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഹമാസ് ഭീകരതയെ മഹത്വവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് കേരള സർവകലാശാല കലോത്സവത്തിന് അറബിക് നാമം നൽകിയതെന്നും കേരള മുഖ്യമന്ത്രി മരപ്പട്ടിയുടെ കാര്യം പറഞ്ഞ് കേരള ജനതയെ കബളിപ്പിക്കുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ S. സുരേഷ്, സന്തോഷ് വക്കം, അജിത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡയറി കേരളം, ആറ്റിങ്ങൽ.